കെ അനുരാജ് വലത് നിരീക്ഷകനാണ്. അനുരാജ്, ഇപ്പോൾ നേരത്തെ എം പ്രകാശൻ പറഞ്ഞത് കേട്ടല്ലോ. BJP ഈ യോഗത്തിൽ പങ്കെടുത്ത BJP പോലും ഇപ്പോഴുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുള്ള ചർച്ചയിൽ പറഞ്ഞു എന്ന്. പക്ഷേ ഇത് വളരെ ദുസ്സഹമായ സാഹചര്യമാണ് എന്നപ്പോൾ സജീവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇത് ഇനിയും തുടരുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും തുടരാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം? SIR എന്നത് വോട്ടർ പട്ടികയുടെ കാലികമായ പരിഷ്കരണ പദ്ധതിയാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, വളരെ മുമ്പ് മുതലേ ഉള്ളതാണ്. 2 ദശാബ്ദത്തെ മറ്റോ ഇടവേള ഉണ്ടായിരുന്നു, അത് പുനരാരംഭിക്കുകയാണ്. അതുകൊണ്ട് അത് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും വോട്ടർ പട്ടികയെ പറ്റിയൊക്കെ പലതരത്തിലുള്ള പരാതികൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ പരാതികളൊക്കെ പരിഹരിക്കുന്നതിനുള്ള സംവിധാനമാണ് SIR. അപ്പോൾ അതുകൊണ്ട് തന്നെ SIR എതിർക്കപ്പെടേണ്ട ഒന്നല്ല എന്നുള്ളത് മാത്രമല്ല, അത് നടപ്പാക്കപ്പെടേണ്ട ഒന്നുമാണ്. പിന്നെ അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ അതത് സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതത് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നടപ്പാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയോ പരിഹരിക്കുകയോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുമാണ് വേണ്ടത്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നമ്മൾ അതത് സമയത്ത് നമ്മൾ നടപ്പാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അമാനുഷികമായ കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സംവിധാനം ഉണ്ടാകാനും പാടില്ല. അതിനിടയിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പല ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ മേഖലയിൽ മാത്രമല്ല, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായാലും ഒക്കെ സമ്മർദ്ദങ്ങൾക്ക് അവർക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ സമഗ്രമായി പരിശോധിക്കുന്നത് നല്ലതാണ്. സമ്മർദ്ദമുണ്ട് എന്നുള്ളത് വ്യക്തമായില്ലേ? ചെയ്തപ്പോ അനീഷിന്റെ മരണം നമുക്ക് മുന്നിലുണ്ടല്ലോ. അല്ല, അത് അനീഷിന്റെ മരണം ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ ഇനിയും കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രാഥമികമായ വിവരമാണ്, മാധ്യമപ്രവർത്തകർ നൽകിയ വിവരം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരം. അതിൽ നിന്ന് നമുക്ക് അദ്ദേഹം സമ്മർദ്ദത്തിന് അടിപ്പെട്ടു എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഏതു തരത്തിലുള്ള സമ്മർദ്ദമാണ് എന്നതൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. തൊഴിൽപരമായ സമ്മർദ്ദത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതെന്താണ് അങ്ങ് ഇപ്പോൾ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് പ്രതികരിച്ച് അങ്ങ് കേട്ടില്ലേ ഏത് തരത്തിലുള്ള സമ്മർദ്ദമെന്ന്? കേട്ടു, ഞാൻ കേട്ടു. അവരുടേത് നമുക്ക് മനസ്സിലാക്കാവുന്ന അല്ല, വിശ്വാസക്കുറവിൻ്റെ അല്ല. അവർ പറഞ്ഞത് ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, ആ കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് സമ്മർദ്ദങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ, നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ, വളരെ ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുമാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മളിപ്പോൾ സമ്മർദ്ദത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഒരു സമ്മർദ്ദത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്, മറ്റൊരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. കണ്ണൂർ ജില്ലയിൽ ഈ BLO എന്ന നിലയിൽ ഇദ്ദേഹം പോകാൻ തീരുമാനിച്ചത് CPIM, കോൺഗ്രസ് എന്നീ 2 രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാരുമായിട്ടാണെന്നും അതിൽ CPIMന്റെ BLA എത്തിയില്ല എന്നും കോൺഗ്രസിൻ്റെ BLA മാത്രമാണ് കൂടെ പോയതെന്നും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നും ഒക്കെയുള്ള വാർത്തകൾ ഞാൻ കുറച്ച് നേരത്തെ റിപ്പോർട്ടർ TVയുടെ ഓൺലൈനിൽ തന്നെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് നമുക്ക് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന കാര്യം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എത്തുകയും അതോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണണം. അതായത് പലപ്പോഴും കള്ളവോട്ടുകളും ഒക്കെ നടക്കുന്ന സാഹചര്യം കേരളത്തിലും, ഇരട്ട വോട്ടുകളും ഒക്കെ ഉണ്ട്. ഈ ഇരട്ട വോട്ടൊക്കെ ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമാണ് SIR. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ SIR വഴി ചിലർ പുറത്തു പോകുമോ എന്നൊക്കെ ചില ആശങ്കകളൊക്കെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ പുറത്തുവിടുകയാണ്. അപ്പോൾ അതൊന്നും അടിസ്ഥാനമുള്ളതല്ല എന്നുള്ള രീതിയിലുള്ള കൃത്യമായ വിശദീകരണങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് SIR എതിർക്കപ്പെടേണ്ടതല്ല. അതുപോലെ തന്നെ ഈ സമ്മർദ്ദം എന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ച സമ്മർദ്ദം മാത്രമല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കേരളത്തിലെ പ്രത്യേക സാഹചര്യം, അതായത് രാഷ്ട്രീയത്തിൽ മേൽക്കൈയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അടിച്ചമർത്തുന്ന സമീപനം ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ കൂടുതലുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ. അതുകൊണ്ട് കണ്ണൂരിലാണ് നിർഭാഗ്യകരമായി ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ആ വശം കൂടി പഠനവിധേയമാക്കേണ്ടതാണ്. അത് പഠനവിധേയമാക്കാതെ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ SIR തന്നെ ഈ കാരണത്താൽ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിലുള്ള നിഗൂഢ ലക്ഷ്യം വ്യക്തമാണ്. അതായത് വോട്ടർ പട്ടിക നേരായ വണ്ണം പുതുക്കപ്പെട്ട് അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള നിലവിലുള്ള രീതിയിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള മാൽ പ്രാക്ടീസസ് നടത്താനുള്ള അവസരങ്ങൾ ഇനിയും ഇവിടെ ബാക്കി നിർത്തണം എന്ന് പറയുന്ന ഒരു നിഗൂഢ താല്പര്യം അതിൻ്റെ പിറകിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതാണ്. ശരി, ഞാൻ ഇതിൽ ശ്രീ എം പ്രകാശിന്റെ അഭിപ്രായം തേടുകയാണ് ഇടവേളയ്ക്ക് ശേഷം.
Debate with Smriti Parathikkad.